ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ എടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ബാക്ക് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇരുട്ടാവുന്ന പോലെ ഉണ്ടോ ഫേസ്? ഓക്കെ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇനി ലോങ് വീഡിയോസ് ഒന്നും കുറച്ചധികം കാലത്തേക്ക് ഞാൻ ചെയ്യൂല. വെറും ഷോർട്സ് മാത്രമേ ചെയ്യാതെ ഇങ്ങനെ പോട്ടെ, എന്നിട്ട് ചാനലൊന്ന് പുരോഗമിച്ചിട്ട് വലിയ വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. കാരണം ഞാൻ എൻ്റെ ഒരു റൂം മേക്ക് ഓവർ അല്ല, എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു കോർണർ ഉണ്ട്. അത് ഞാൻ സത്യത്തിൽ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഞാൻ ചെറിയൊരു കോർണർ സെറ്റ് ചെയ്തിട്ട് ഫുൾ മിററൊക്കെ വെച്ചിട്ട്, അപ്പോൾ അത് ഞാൻ അവിടുന്ന് മാറ്റി ഈ കോർണർക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇന്നെൻ്റെ റൂം മാക്സിമം അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തില്ല. എനിക്ക് പറയുന്നുണ്ട് കുറേ കാലത്തിന് ശേഷം വലിയ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്, ക്ഷമിക്കാം. ഓക്കെ, പറഞ്ഞു വന്നത് ഇവിടെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല, വെറും മടി അതുകൊണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ പറയുക, ഇത് സെറ്റ് ചെയ്തത് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം. ഇവിടെ കേട്ടോ, ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത കോർണർ. ഒന്നും കാണില്ലേ, അത് അത്രയും മെസ്സാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചിടാം. അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്തത്, പക്ഷേ എന്തോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കത് ഒരു വൃത്തി കിട്ടുന്നില്ല. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ വാർഡ്രോബും കാര്യങ്ങളൊക്കെ വരുന്നത് കോർണർ ടു കോർണർ ആയതുകൊണ്ട്. അപ്പോൾ ഈ കോർണർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എൻ്റെ ചുമരായിരിക്കും വരും, അവിടെ പ്ലെയിൻ ചുമരാണ്, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങോട്ട് മാറ്റണമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പെട്ടും കാര്യങ്ങളും നോക്കുന്ന മൊത്തത്തിൽ ഒന്ന് അടുക്കി പെറുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ നമ്മൾ കുറേ ആയാലും സംസാരിച്ചൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് മറ്റേത് ഷോർട്സിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകല്ലേ. അപ്പോൾ വീഡിയോ ഇടാതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഷോർട്ട് വീഡിയോ ഇടുന്ന പോലെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കുറച്ച് കഷ്ടപ്പാട്. അപ്പോൾ അതിന് നമ്മൾ കഷ്ടപ്പെട്ട വീഡിയോ ഇടുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കുന്ന അത്രയും വ്യൂസ്, ഞാനൊരു 400-300 വ്യൂസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്രയും വ്യൂസ് നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു മാനസിക വിഷമം. അതുകൊണ്ടാണ് നമ്മൾ വലിയ വീഡിയോസ് ഇടാത്തത്. പക്ഷേ എൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസിലെയും എൻ്റെ രണ്ടുമാരും ഒരു വെയിറ്റ് ചെയ്യണം എൻ്റെ ലോങ് വീഡിയോസിന് വേണ്ടിയിട്ട്. ഒരു മാത്രമാണ് എൻ്റെ വീഡിയോ ഭയങ്കര ആത്മാർത്ഥമായി കാണുന്നത് 3 ആളുകൾ. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ, പ്രത്യേകിച്ചും ഓൾക്ക് വേണ്ടിയിട്ട് മാത്രം. കാണുന്നതെല്ലാം കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാതിന് മെയിൻ പ്രശ്നം ഇങ്ങനെ മാറ്റി വരണം. ഡോണ്ട് തിങ്ക് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും എൻ്റെ വീട്ടിലിരിക്കലെന്ന്. ഞാൻ വളരെ ഹോംലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് ഇതേമാതിരി കുപ്പായവും പേരൊക്കെ എടുക്കാൻ വരണമല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടാണ്. പിന്നെ തട്ടക്കിടണം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ മാറ്റി വന്നിക്കണം. പിന്നെ ഈ വീഡിയോ കുറച്ച് വൃത്തിക്കുമായിരിക്കും ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു ക്യുക്ക് ഹോം ടൂർ അല്ല അപ്പാർട്ട്മെന്റ് ടൂർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ ചെയ്തതായിരിക്കും, എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ പോകുന്നതിന് മുന്നേ ഞാൻ ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ റൂം ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഇതാ ഇവിടെ എൻ്റെ പുതിയ റിംഗ് ലൈറ്റ് ഉണ്ട്. ഇതും പിന്നെ ഇതും അലക്കി കൊണ്ടുവന്ന പുതിയ ഡ്രസ്സുകളാണ്. ഞങ്ങൾ ബെഡ് ഉണ്ടോ ഇതൊക്കെ ആ പോണിക്കൂടെ അത് മാറ്റണം. ഇതിനൊരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയാക്കണം. ഇത് പിന്നെ വിലങ്ങനേനു, ഇത് ഞാൻ ഇത് നീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിലങ്ങനിട്ടതാണ്, അല്ല തിരിച്ചിട്ടതാണ്. പിന്നെ അതൊക്കെ കണ്ടത് ആകെ മെസ്സാണ്. ഇതായിരുന്നു നമ്മുടെ കോർണർ. ഇതിൽ ഞാൻ പറഞ്ഞ സംഭവിച്ചാൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടു അവിടെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ചുമരുമായിരിക്കും. സത്യത്തിൽ ഞാൻ ഇതിലില്ല, അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഡ്രസ്സിൻ്റെ കോർണർ ഭാഗമാണ് കാണാം. പിന്നെ അങ്ങോട്ട് ഇടുമ്പോൾ ചുമരുമല്ല. അപ്പോൾ നമ്മൾ നേരെ ആ ഭാഗത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നേരെ എടുത്തിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം. മെസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മെസ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ നമുക്ക് കുറച്ച് ടൈം ലാപ്സിൽ വിടട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ പോകും. അപ്പോൾ ഓക്കെ, വീഡിയോ തുറന്നതിൻ്റെ ആദ്യത്തെ ഭാഗമായി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഡ്രസ്സുകൾ മടക്കി വെക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ അലക്കിയ ഡ്രസ്സാണ്. അതുകൊണ്ട് ഞാൻ സുഖത്തിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ബെഡിലേക്ക് കൊട്ടും. നമ്മൾ ഒരു 2 ആഴ്ച കൊണ്ട് അലക്കാൻ നോക്കുന്ന ഡ്രസ്സുകളാണ് ഇതെല്ലാം. കാരണം നമ്മൾ ഡെയിലി വർക്കിന് പോവാണല്ലോ, അപ്പോൾ നമുക്ക് ഡെയിലി ഡ്രസ്സുകളുണ്ടാവും സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും പോലെ. അപ്പോൾ അത് നമ്മൾ ശരപടി മടക്കി വെക്കട്ടെ. നമ്മളുടെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കു ഡ്രസ്സ് അലക്കി വരും, ഞാൻ ഡ്രസ്സുകൾ മടക്കി വെക്കും. കാരണം കാക്കുവിന് ഡ്രസ്സ് മടക്കി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാക്കു ചെയ്യും. അതുകൊണ്ട് ഇതും കാക്കുവിനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനല്ല ഡ്രസ്സ് അലക്കാൻ പോകണത്, അപ്പോൾ പിന്നെ ഞാനത് ചെയ്യും. പൊതുവേ ഞാൻ ഡ്രസ്സുകൾ മടക്കി വെക്കുമ്പോൾ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ അയൺ ചെയ്ത് കണ്ട് ഹാങ് ചെയ്തിട്ടൊക്കെയാണ് വെക്കൽ. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ട് മടക്കി വെക്കലാണ്. ഇന്ന് പിന്നെ ഒരുവിധം എല്ലാതും നമ്മൾ വീട്ടിൽ നിന്ന് സാധാ ചെയ്ത് ഇടുന്ന ഡ്രസ്സുകളായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ അയൺ ചെയ്യേണ്ട ഡ്രസ്സുകളൊന്നും ഉണ്ടായില്ല. 1-2 ഞാൻ പിന്നെ ഹാങ് ചെയ്ത് വെച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അയൺ ചെയ്തിട്ട് പോവാം. ഇപ്പോൾ പിന്നെ വിൻ്റർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാത്തിൻ്റെ മേലാണ് ജാക്കറ്റ് വലിച്ചേറ്റിടലില്ല. അതുകൊണ്ട് പിന്നെ അതൊരു വലിയൊരു മാറ്റർ. ബെഡൊക്കെ വിരിച്ചു കേട്ടോ. ബെഡിന് ഓൾറെഡി മറ്റേ ആ ഒരു ടൈറ്റൻ കവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് ആ ഭാഗമൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങോട്ട് നമ്മൾ സാധനം മാറ്റണം. ബെഡ് എന്നിട്ട് നല്ലോണം അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കോർണറിൻ്റെ സൈഡും ഞാൻ വാക്യൂം ചെയ്ത് അത് ഒക്കെ ഒന്ന് മോപ്പ് ചെയ്തെടുത്തിട്ടോ. പിന്നെ ഞാൻ ഈ ബെഡ് കൊണ്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു വിലങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ടാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ ഈ കോർണർ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സ്പേസ് കുറവായിട്ട് തോന്നും. അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആവും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ നീക്കിയിട്ടു. സംഭവം നമ്മുടെ ബെഡിന് 4 സൈഡിലും ഈ ഡ്രോയർ പോലത്തെ സംഭവം ഉണ്ടായതുകൊണ്ട് സെൻറ്ററിൽ ഇടേണ്ടതാണ് ഏറ്റവും സുഖം. പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ കോർണർക്ക് ഇടുന്നത്. പിന്നെ പ്ലേയിലൊക്കെ അല്ലേ നമ്മൾ ആ ഭാഗത്തു നിന്ന് സംഭവങ്ങൾ വലിച്ചെടുക്കുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിലാണ് നമ്മളുടെ മേജർ സാധനങ്ങളൊക്കെ. മറ്റേ സൈഡിൽ കുറച്ച്
അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ഈ സൈഡ് കിട്ടതുകൊണ്ട് അത് കുറച്ചും കൂടി ഈസിയായി. പിന്നെ ഞാനിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് ടേബിളാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ ഈ അലക്കുൽക്ക് സാധനങ്ങളൊക്കെ വെച്ചത് കണ്ടോ, ആ ടേബിളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് മാറ്റി, കാരണം എൻ്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഈ ഒരു വുഡൻ ടേബിളാണുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ഇത് ഇവിടെ ആക്കിക്കാണ്ട് ഈ വുഡിൻ്റെ ടേബിളിനെ ഇവിടെ വെച്ച് കണ്ട് മേക്കപ്പിൻ്റെ സകല സാധനങ്ങളും ഇവിടെ ഇട്ടു. ഇത് ഇപ്പോൾ ഇട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഗൈസ്. ഇങ്ങനെ നോക്കുമ്പോൾ വാർഡ്രോബിൻ്റെ ഒരു സൈഡ് കാണുന്നുണ്ട്. ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ വെർട്ടിക്കൽ എടുക്കുമ്പോൾ പ്രശ്നമില്ല, നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ എടുക്കുന്ന സമയത്താണ് അത് കാണുന്നത് കേട്ടോ. നമ്മൾ പിന്നെ സെൽഫിയും ഒക്കെ എടുക്കുന്നത് പിന്നെ മറ്റേ പോലെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് എങ്ങനെയും എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ ഈ ഭാഗം നിങ്ങൾ കാണും സുഹൃത്തുക്കളെ, എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ഞാൻ ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്ത് ഒന്ന് മോപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു ടേബിളിലും എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മറ്റേ ടേബിളിൽ കൊണ്ടുപോയി എടുത്ത് വെക്കുകയാണ്. പിന്നെ എൻ്റെ ക്ലോസറ്റിൻ്റെ അവസ്ഥയൊന്നും പിന്നെ പറയണ്ട, അതിൻ്റെ അവസ്ഥ വളരെ ദാരുണമാണ്. കാരണം കുറേ ഡ്രസ്സുകളുണ്ട്. ഈ വിൻ്ററിൻ്റെ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കട്ടിങ് ആനുള്ള ഡ്രസ്സുകളാണല്ലോ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും നമ്മളെ ജാക്കറ്റും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഫൈനലി നമ്മളുടെ വീട് മൊത്തം റൂം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കിക്കുമ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇടുമ്പോഴൊരിത് ഇങ്ങനെയൊക്കെ ആ ഒരു നക്ഷത്രങ്ങൾ കണ്ടോ, അത് കാക്കു തെമ്മൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടോ. എങ്ങനെയുണ്ട്, വളരെ മനോഹരമായിട്ടില്ലേ. ഇത് സംഭവം ഇങ്ങനത്തെ ഒരു സാധനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കാക്കു പറഞ്ഞത് ഇത് ലൈറ്റ് ഓഫ് ആക്കി ഇടുക, അപ്പോഴാണ് അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. എന്നിട്ട് എനിക്ക് സംഭവം നല്ല ഇഷ്ടമായിട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി നമ്മളെ റൂം റെഡി ആയിക്കണു. എങ്ങനെയുണ്ട് ഗായ്സ്, ടയർഡായി എന്ന് പറഞ്ഞാൽ നല്ല ടയർഡ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുത്തു കേട്ടോ ഞാൻ ഇതിങ്ങനെ ആക്കിയെടുക്കാൻ. ഈ സാധനം ഇങ്ങോട്ട് ഇടുക എന്നുള്ളതായിരുന്നു നമ്മളെ ലക്ഷ്യം. പക്ഷേ ഇതിവിടെ ആയപ്പോഴത്തേന് ഞാനൊരു വഴിയായി ഗൈസ്. ഇത് ഞാൻ ഇവിടെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിക്കണം കേട്ടോ. ഇത് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലൈറ്റ് കിട്ടും. പക്ഷേ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഹൈഡ് ചെയ്യണം. ഈ മേലുള്ള ലൈറ്റ് അതുണ്ടാവുമ്പോഴാണ് ഭയങ്കര പ്രശ്നം. അപ്പോൾ അത്രക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. കുറച്ച് വലിയ വീഡിയോ ആയോ എനിക്കറിയില്ല. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് മടുപ്പിക്കാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് പറയൂ. ഇത് കണ്ടപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് കടന്നുറങ്ങാനൊക്കെ തോന്നും. നല്ല നല്ല രസമല്ലേ ഇപ്പോൾ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള റൂമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത്രക്കുള്ളൂ. ഇനി ഞാൻ കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.